ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഉടമ്പടി എടുക്കുന്നത് 2018 2018 മമ്മി ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഏജൻറ്റ് ക്രൂ ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത്. പക്ഷേ എൻ്റെ ഡേറ്റ ഫ്ലോയിൽ എന്തോ പ്രോബ്ലം വന്നിട്ട് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ലീവിന് വരുന്ന സമയമായപ്പം ഞാൻ എന്നിട്ട് ആ ഡേറ്റ ഫ്ലോ എനിക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് 3 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് വരേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. വരുന്നതിന് 2 ദിവസം മുമ്പ് മമ്മിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, മമ്മി ഇന്ന് എനിക്ക് ഡേറ്റ ഫ്ലോ ഇവിടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വരേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. മമ്മി പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസമായപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓറൽ ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. പക്ഷേ റിട്ടേൺ ഇൻ്റർവ്യൂവിൽ എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പം എനിക്കെങ്ങനെയോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോയതാണ്. അങ്ങനെ മമ്മി പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ചു, എനിക്ക് വരേണ്ടതായിട്ട് വരും എന്ന് വിചാരിച്ചു. ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേനും HR ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നിൻ്റെ ഡേറ്റ ഫ്ലോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ നിൻ്റെ ഏജൻസി എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ 2 വർഷം കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് ഞാൻ എക്സിറ്റ് വരികയായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന്. പെട്ടെന്ന് എനിക്ക് കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ ജോലിയെല്ലാം നടന്നു, കുഴപ്പമൊന്നും ഇല്ലാതിരുന്നായിരുന്നു. എൻ്റെ മമ്മിക്ക് ഒരു മെഡിക്കൽ ഇഷ്യൂസ് വന്നപ്പം ഞാൻ എക്സിറ്റ് സഡൻലി വന്നു കഴിഞ്ഞു. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാതെ മാതാവിനോട് ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോയി. അച്ഛനെ കാണണമെന്നുള്ളൊരു തിടുക്കത്തിൽ പോയി. പിന്നെ ഞാൻ 2021 ഞാൻ പിന്നെയും പോകുന്നു, സൗദിക്ക് റിട്ടേൺ സൗദിക്ക് ഞാൻ പോയി. അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഹോസ്പിറ്റലാണ്, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പം അപ്പോഴാണ് മമ്മി വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെയാണെങ്കിൽ കുറേ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, നഴ്സുമാരെല്ലാവരും പറഞ്ഞു, സീനിയേഴ്സ് ആയിട്ടുള്ള നഴ്സുമാർ പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എനിക്കത് എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ളതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിക്കുമായിരുന്നു. എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് ഞാൻ മമ്മിയുടെ കൂടെ ഒരു പ്രാവശ്യം പോയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥന കിട്ടുമെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് സൗദി അറേബ്യൻ കൺട്രി അല്ലേ, അപ്പം കൂടുതലും ഉള്ളത് സൗദി നേഴ്സുമാരാണ്. പിന്നെ ഒരുപാട് പേര് ഞാനിപ്പം മാതാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കൊന്തയും കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കും. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മാതാവിൻ്റെ ഉടമ്പടി എടുത്ത കാശ് രൂപ അല്ലാതെ 1 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. അതും പിടിച്ചിട്ട് ഞാൻ എന്ന് നടക്കും, പ്രാർത്ഥിക്കും. എപ്പോഴും കയറുന്നതിന് മുമ്പും നഴ്സുമാരാണല്ലോ, അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കയറും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ കുറിച്ചും അവരുടെ കെയറിനെ കുറിച്ചും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ ടൈമിൽ ഞാൻ ICUലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ടൈമിൽ ഒരു പേഷ്യൻസും പോകാനായിട്ട് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയിരിക്കും എനിക്ക് എപ്പോഴും കിട്ടുന്നത്. എനിക്ക് എല്ലാ ജോലിയും ടഫായിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നോർത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പപ്പ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നതും. അങ്ങനെ ഞാൻ നോർത്തിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കൂടുതലും മലയാളത്തിനോട് വലിയ വശമില്ലായിരുന്നു. അപ്പം മലയാളി ആണെങ്കിലും കൂടുതലും മലയാളത്തിലൊന്നും ഞാൻ സംസാരിക്കാറില്ലായിരുന്നു, കൂടുതലും നോർത്ത് ഇന്ത്യൻ ഭാഷയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം എനിക്ക് 3-4 പ്രാവശ്യം
ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ടായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നല്ലോ വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് പ്രോബ്ലം ഉണ്ടായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ആ ഇഷ്യൂസ് എല്ലാം ഞാൻ മാതാവിൻ്റെ ഇത് വെച്ചിട്ട് രൂപം കയ്യിൽ കാശ് രൂപം അല്ലാത്ത രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും രാവിലെ എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനെല്ലാം എനിക്ക് ആ തടസ്സങ്ങളെല്ലാം അവസാനം വരുമ്പോഴത്തേനും എനിക്ക് മാറിപ്പോകുന്നതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു, എന്തോ എൻ്റെ കൂടെ ഒരു ശക്തിയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പിന്നെയും മാതാവിനോട് അടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എനിക്ക് ഈ മാതാവിൻ്റെ പ്രാർത്ഥന എനിക്ക് കിട്ടി. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാത്രിത്തെ സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ രൂപവും ഫോട്ടോ എല്ലാം ഞാനാണെങ്കിൽ റൂമിൽ ഒട്ടിച്ചു വെച്ചു. അവിടെ അലോഡ് അല്ലെങ്കിലും ഞാൻ ഒട്ടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദിവസം രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ നൈറ്റ് ഷിഫ്റ്റ് പോയേക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ഒരുപാട് ഷിവറിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായപ്പോഴത്തേനും ഞാൻ മാതാവേ, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാണെങ്കിലും മതി എന്ന്, എനിക്ക് ലീവ് കിട്ടാനായിട്ട് സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കാല് കുത്തി നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് കൈ കൊണ്ട് എനിക്ക് എണീച്ച് മാതാവിൻ്റെ രൂപം തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊന്ന് പറ്റിയാൽ മതി. അങ്ങനെ മാതാവ് അവിടെയും രക്ഷിച്ചു എന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കൗൺസിലിംഗ് ലെറ്റർ ആണെങ്കിൽ തന്നു. ഞാൻ പോലും അറിയാത്ത തെറ്റിന് എന്നെ കുറേ സൗദികൾ എന്നെ ക്രൂശിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അവസാനം പറഞ്ഞു, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മാനേജറിന് വേണ്ടി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെന്നും വെച്ചിട്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തില്ല. അപ്പം അവസാനം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് മെയിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നാളെ മുതൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരണ്ട, നിനക്ക് ടെർമിനേഷൻ തരുവാന്ന്. സഡൻലി എനിക്ക് എന്ത് പറ്റി ടെർമിനേറ്റ് ആവാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഭർത്താവിന് കുഴപ്പമില്ല, നീ ആണെങ്കിൽ എന്താണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും നീ നാട്ടിൽ വന്നു, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ നിനക്ക് കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ടെർമിനേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, അന്ന് ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സിറ്റ് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാനാണെങ്കിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുവാണെങ്കിലും എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അവിടെ ഈദ് നടക്കുക. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു ചാൻസ് ഞങ്ങൾ തരാം, നീ വർക്ക് ചെയ്യുന്ന ICUവിലാണ്, ICUവിൽ നിന്നും നിനക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നിനക്കാണെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങളൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്, അവരൊരു ചാൻസ് തന്നെയല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറേ നേഴ്സുമാർ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ, നീ അത് കളഞ്ഞിട്ട് പോരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. ഡേറ്റ് ഇട്ട് ഞാൻ 27-ാം തീയതി വരും എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ തിരിച്ച് വരും, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവ് 27-ാം തീയതി എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നപ്പം മാതാവ് ഞാൻ 26-ാം തീയതി തന്നെ എനിക്ക് അവർ വേറൊരു ജോലി തന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റി. അതിൽ കൂടുതൽ ശമ്പളത്തോടു കൂടി ഞാൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. ICUവിൽ കിട്ടിയതിനെക്കാട്ടി കൂടുതൽ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു നാട്ടിൽ വന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞു ഇവിടെ വന്നു. ഞാൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞാനിവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. മാതാവിന് വേണ്ടി നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ പേരൻസായിട്ട് കുറച്ച് പ്രോപ്പർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളായി സെയിലാവാനും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിൽ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അത് മാതാവ് എനിക്ക് സാധിച്ചു വന്നു. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് സഹായിച്ചു. 2013 എനിക്ക് എൻ്റെ പേരൻസ് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട്
2018 മുതൽ അത് വിൽക്കുവാനും അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴിയുടെ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. 2018 മുതലേ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 26-ാം തീയതി ഓഗസ്റ്റ് മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്നു. അത് സെയിലാവുകയും ഞാൻ സെപ്റ്റംബർ 1 തീയതി തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ ഇഷ്യൂവിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി വന്നത്. എന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പള്ളിയോട് ചേർന്നുള്ള സ്ഥലമായിരുന്നു അത്. എനിക്ക് ഇനി ഒരു സ്ഥലം കിട്ടുവാനായിട്ട് പെട്ടെന്നൊന്നും പറ്റത്തില്ലല്ലോ, ഒരു സ്ഥലം ഉണ്ടാവാനും പറ്റത്തില്ല. എൻ്റെ പേരിലായിട്ടും എനിക്ക് ഭർത്താവിൻ്റെ പേരിലായിട്ടും ഒന്നും കിട്ടത്തില്ലല്ലോ. ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും ദൈവമേ എനിക്ക് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. പക്ഷേ 21 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്വർണ്ണമോ പണമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആരൊക്കെയോ വഴിയായിട്ട് എനിക്ക് 21 ദിവസത്തിനുള്ളിൽ 20 സെൻറ്റ് സ്ഥലവും ദൈവം എനിക്ക് തന്നു. ഞാൻ ഒരുപാട് കോടാനുകോടി നന്ദി ദൈവത്തിന് പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ മാതാവിൽ വിശ്വസിക്കുകയും എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു മാതാവ്. ഞാൻ 6 നിയോഗങ്ങൾ ഇതിനകത്ത് വെച്ചു. അച്ഛൻ പറയാറുണ്ട് 5 നിയോഗങ്ങളെന്ന്. പക്ഷെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. 6 നിയോഗങ്ങളിലും എനിക്ക് 4 നിയോഗങ്ങൾ സാധിച്ചു. ഇനി 2 നിയോഗങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉപ്പും എല്ലാം ഞാൻ മറ്റുള്ള സിസ്റ്റേഴ്സിനും നഴ്സുമാർക്കും പിന്നെ രോഗിയായിട്ട് കിടക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് പത്രവും മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്, മലയാളം പത്രവും ഉണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഫിലിപ്പീൻസ് ആയിട്ടുള്ളവർക്കും പിന്നെ എനിക്കറിയുന്ന ഡോക്ടേഴ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കുറേ എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ ഏരിയയിലുള്ള ഈ ചവറുകളൊക്കെ പറക്കാൻ വരുന്ന അവർക്കൊക്കെ ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല, അതിൽ കൂടുതൽ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗികളായിട്ടുള്ളവരും എല്ലാം പറഞ്ഞിട്ടുള്ളവർക്കും അവർക്കും പിന്നെ അനാഥാലയത്തിലും എല്ലാം ഞാൻ പൈസ കൊടുത്ത് എല്ലാ മാസവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും സഹായങ്ങൾ തന്നു ഇത്രയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല രീതിയിലുള്ളൊരു പൊസിഷൻ തന്ന മാതാവ് എനിക്ക് ഇപ്പോഴും നിൽക്കുന്നതിൽ ആ സൗദി അറേബ്യയിൽ തന്നെ ആ ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാനും സാധിച്ചതിലും നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിച്ചതിലും അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് വസ്തു വാങ്ങാൻ കഴിഞ്ഞതിലും അമ്മ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഇപ്പോഴും ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആ വസ്തുവിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, എങ്കിലും മാതാവ് ഒരുപാട് നന്ദിയോടുകൂടി ഇപ്പോഴും മാതാവിനോട്. പ്രഭാഷകൻ 2:11 കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഡയാന ജോബിറ്റ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. സഹോദരി ആദ്യം പങ്കുവച്ചത് വിദേശത്തുള്ള ജോലിയിലൊരു ടെർമിനേഷൻ എന്ന കാര്യത്തെയാണ് സൂചിപ്പിച്ചത്. വലിയ പ്രതിസന്ധിയും ജോലി നഷ്ടപ്പെടലും ഒത്തിരി ആന്തരികമായ സംഘർഷങ്ങളിലൂടെയും പോയ നാളുകളിലാണ് അമ്മ മാതാവിനെ അറിയുന്നതും മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം തേടി ഈ വലിയ അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുവാനായി മാധ്യസ്ഥ സഹായം തേടുകയും ചെയ്യുന്നത്. ശരിക്കും മകൾ ഉള്ളുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോരുവാൻ തീരുമാനിച്ചു. ഇവിടെ വന്നിട്ട് മറ്റെന്തെങ്കിലും ജോലി നോക്കാം എന്ന ഒരാലോചനയിലാണ്. തൻ്റെ ജീവിതം മുഴുവനും അവിടെ തീരുകയാണ്. മുന്നോട്ടിനി പോകുവാനാവില്ല, ജോലി നഷ്ടപ്പെടുന്നു, വിദേശത്തുള്ള ജോലിയിൽ നിന്ന് നാട്ടിലേക്ക് പോരണം. ഇതൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച ദിവസമാണ് അമ്മയുടെ അരികിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ജീവിത പങ്കാളിയെ വിളിച്ച് കാര്യങ്ങളൊന്നും ശരിയായില്ലെന്നും ടെർമിനേഷനാണ് അവസാനം പറയുന്നതെന്നും പോരുകയാണെന്നും ഒക്കെ അറിയിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഭർത്താവ് തിരികെ പോരുവാൻ പറഞ്ഞു, നമുക്ക് നാട്ടിൽ വന്ന് കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആശ്വസിപ്പിച്ച്
ഏതാണ്ട് വലിയ വേദനയുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അതേ ദിവസം തന്നെ മകളെ വിളിച്ചിട്ട് പറയുന്നത്, അടുത്ത ദിവസം മുതൽ നിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മാറി നീ എന്ന ജോലിക്ക് കയറുവാനായിട്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് മുൻപായിരുന്ന ICUവിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥലമാറ്റം കൊടുക്കുന്നു. അതോടൊപ്പം മുൻപുണ്ടായിരുന്ന സാലറിയിൽ നിന്നും മെച്ചപ്പെട്ട സാലറി അനുവദിച്ചു കൊടുക്കുന്നു. എന്തുമാത്രം ക്ലേശം, മാനസിക സംഘർഷം ഉണ്ടായിരുന്നുവോ അതിൽ നിന്ന് അത്ഭുതകരമായ സമാശ്വാസവും ഉദ്യോഗ കയറ്റവും ജീവിതത്തിന് കുറേ കൂടി സുരക്ഷിതത്വവും നൽകുവാൻ അമ്മ മാതാവ് സഹായിച്ചതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് മകൾ ആ ജോലി കിട്ടുമ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ അരികിൽ നന്ദി പറയുവാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുവാനായി കൃപാസനത്തിൽ വരുന്നു. അത് വന്ന കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26 തീയതിയാണ് മകൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴുള്ള ഒരു പ്രധാന നിയോഗം 2013 കയ്യിൽ കിട്ടിയ ഒരു സ്ഥലം ഓഹരി 18 മുതൽ വിൽക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം, ഒത്തിരി തടസ്സങ്ങൾ കാരണം അത് വിറ്റുപോകാതെ വില ചേരാതെ പലരും വന്ന് കണ്ട് ഉപേക്ഷിച്ചു പോകുന്ന ഒരു പുരയിടം, അത് വിറ്റുപോകുവാൻ വേണ്ടി നിയോഗം മകൾ അതിൽ എഴുതി സമർപ്പിക്കുന്നുണ്ട്. മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പിറ്റേ ദിവസം ഓഗസ്റ്റ് 27 തീയതി ഒരു കൂട്ടർ വന്ന സ്ഥലം കാണുന്നു. ആ സ്ഥലം അന്ന് തന്നെ അത് വിറ്റുപോവുകയും അതിൻ്റെ എല്ലാ നടപടിക്രമത്തിനും ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരികെ വിദേശത്തേക്ക് ജോലിക്ക് പോകുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 ഡിസംബർ 7 തീയതി അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറുന്നത്. അന്ന് മുതൽ നമ്മൾ കാണുന്ന ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു തനത് ഫീച്ചറാണ്, പ്രത്യേകതയാണ് സമയച്ചുരുക്കമെന്നത്. ഏറെ നാളായി പലതരത്തിൽ ഒരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെയും അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ ജീവിതത്തിന് വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് നമുക്കെപ്പോഴും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും ഈ സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യങ്ങളായിരിക്കും. കാരണം സമയത്തിന് മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് തൻ്റെ തിരുക്കുമാരൻ കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നത് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സമയം നേരത്തെയാക്കിക്കൊണ്ട് താൻ അവിടെ ഇടപെട്ടതുപോലെ തന്നെ തന്നിൽ ആശ്രയിച്ച് ജീവിതം സമർപ്പിച്ച് നിലവിളിക്കുന്നവർക്ക് തൻ്റെ സാന്നിധ്യത്തിലൂടെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തും ഞാൻ കൂടെ നിന്ന് സമയം ചുരുക്കി ജീവിതത്തെ സമാധാനത്തിലേക്കും ശ്രേയസ്സിലേക്കും നയിക്കുമെന്ന് ഉറപ്പ് കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ മാതാവ് നിരന്തരം ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന മക്കൾക്ക് കൈമാറുന്നുണ്ട്. മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ആ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിന് തലേന്ന് തന്നെ ജോലി ലഭിച്ചത് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഈ സമയത്തിന് മേലുള്ള അമ്മയുടെ സവിശേഷമായ അധികാരത്തെ ഈ ആലയത്തിൽ എപ്പോഴും നമുക്ക് കാണുവാൻ പറ്റും. പ്രിയമുള്ളവരെ, എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും നമുക്ക് നടക്കാത്ത വിഷയങ്ങൾ, വെറുതെ സമയം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങൾ, ഏറെ നാളായി അലഞ്ഞിട്ടും നമുക്കൊരു ഉത്തരമില്ലാതെ നാം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പോകുന്ന വിഷയങ്ങൾ, അതെല്ലാം പൂർണ്ണമായ ശരണത്തോടുകൂടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ അമ്മ ഇടപെടുന്നത്, ജീവിതം ശുഭകരമാകുന്നത്, സങ്കടങ്ങൾ മാറിപ്പോകുന്നത്, ക്ലേശങ്ങൾക്ക് അവസാനമുണ്ടാവുന്നത് നമുക്ക് കാണുവാൻ പറ്റും. മകളതാണ് ആ സ്ഥലം വിറ്റുപോകുന്ന വിഷയത്തിൽ പറയുന്നത്. മറ്റൊന്ന് വാങ്ങുവാൻ ആഗ്രഹിച്ചു, പള്ളിയുടെ അടുത്ത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതിനും അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അത് ജീവിതത്തിൽ നാം പുലർത്തുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. നാം ഉടമ്പടി എടുക്കുന്നത് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉടമ്പടികളുണ്ട്. ഓരോ ഉടമ്പടിയിലും ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹമാണ്. ദൈവം തിരികെ കൊടുക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന സാഹചര്യങ്ങളാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ദൈവം നൽകാനുള്ളത് നൽകിക്കൊണ്ടിരിക്കും, നമ്മൾ തിരികെ സ്നേഹിക്കാതെ അവിശ്വസ്തത കാട്ടിക്കൊണ്ടിരിക്കും. മാതാവാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ ദൈവത്തോടുള്ള വിശ്വസ്തമായ സ്നേഹം അല്പം പോലും കലർപ്പില്ലാതെ ജീവിച്ചത്. മാതാവ് പ്രത്യേകിച്ചൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല.
മാതാവിന് പ്രത്യേകിച്ചൊന്നും ഭൗതികമായ നന്മകൾ കിട്ടിയിട്ട് പോലുമില്ല. പക്ഷേ അവൾ ദൈവവിളി സ്വീകരിച്ച നിമിഷം മുതൽ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന തന്നെ സമർപ്പിച്ച നിമിഷം മുതൽ, ആ കാൽവരിയിൽ മകൻ പിടഞ്ഞു മരിക്കുമ്പോഴും ശിഷ്യന്മാർ ചിതറിപ്പോയവരെ കല്ലറയിൽ അവനെ അടക്കിയതിനു ശേഷം അഡ്രസ് ഇല്ലാതെ പോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഇറങ്ങി വരവിന് വേണ്ടി അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ കാണുന്നത് അമ്മ മാതാവിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. നമ്മളിൽ നിന്ന് ഉടമ്പടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അപ്രകാരം വിശേഷബുദ്ധിയായി മറ്റെല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ എളിമയോടുകൂടി തെളിമയോടുകൂടി ദൈവത്തെ ഓൺ ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു പുതിയ കാലത്തിലേക്കാണ്. അതാണ് നിത്യതയിലേക്കുള്ള ചവിട്ടുപടി. നാം ദൈവത്തെ വിശ്വസിച്ചും വിശ്വസ്തതയിലും സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹവും സംരക്ഷണവുമായി എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ യാതൊരു പിശുക്കുമില്ല. പക്ഷെ ദൈവത്തിന് കിട്ടാത്തത് അവിടുത്തെ ദാഹത്തോടെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളാണ്. ഉടമ്പടി ഈ നാളുകളിൽ നമുക്ക് കൈമാറിയിരിക്കുന്നത് ദൈവത്തെ ദാഹത്തോടെ സ്നേഹിക്കുന്ന ഒരു ജനത ഈ ലോകത്തിൽ ഈ കാലത്തിൽ രൂപപ്പെട്ടു വരുന്നതിന് വേണ്ടിയാണ്. അതിന് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തെയും അമ്മ മാതാവ് ഏറ്റെടുത്ത് തിരുക്കുമാരന് കൊടുത്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ അത് അനുഗ്രഹമാക്കി നൽകുക തന്നെ ചെയ്യും. ഈ കുടുംബത്തിന്, ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.